പക്ഷേ ഈ പലസ്തീൻ ഉണ്ടാകില്ല, പലസ്തീനിന് വേണ്ട എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഇത് ഒരുപാട് വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കുന്നുണ്ട്. ആ രാഷ്ട്രത്തിലെ ജനങ്ങൾ എങ്ങോട്ട് പോകും എന്നുള്ളൊരു വലിയ ചോദ്യം ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴും നിലനിൽപ്പിന് വേണ്ടിയുള്ള ജൂതന്മാരുടെ ഒരു പോരാട്ടത്തെയും കാണാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത് എപ്പോഴും പലസ്തീന് വേണ്ടിയും ഹമാസിന് വേണ്ടിയും മുറവിളി കൂട്ടുന്ന ഒരു പക്ഷം ആൾക്കാരെയാണ്. അവർ കഴിഞ്ഞ ദിവസവും ജൂതന്മാരെ തീർത്തിട്ടാണെങ്കിലും പലസ്തീൻ രാഷ്ട്രം കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ആഞ്ഞടിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? ഈ പലസ്തീൻ പ്രശ്നം വളരെ സങ്കീർണമാണ്. പക്ഷേ അത് ഇനി ഒരു ചർച്ച പോലും അർഹിക്കാത്ത വിധം വൈകിയിരിക്കുന്നു. ഇറ്റ്സ് ടു ലേറ്റ് എന്ന് പറയില്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം UN-ലാണ് പലസ്തീൻ പ്രതിനിധി ഈ നെതന്യാഹു സംസാരിക്കുമ്പോൾ ആളുകൾ കൂക്കി വിളിക്കുകയും ആളുകൾ വല്ലാതെ ബഹിഷ്കരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ചോദ്യം, ഇവരൊക്കെ എവിടെയായിരുന്നു ഇതുവരെ? 78 കൊല്ലമായി നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. 48 തൊട്ട് നിലനിൽക്കുന്ന ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ വഷളാക്കിയതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് അറബ് രാജ്യങ്ങളല്ലേ. അവരെന്ത് നിലപാടെടുത്തു? ഇന്നലെയല്ലല്ലോ യുദ്ധം തുടങ്ങിയത്. 48-ൽ തുടങ്ങിയ യുദ്ധമാണ്. ഈ പലസ്തീൻ ഇഷ്യൂ ഒരു ആഗോള കരാർ ഉണ്ടായപ്പോൾ അത് പാലിച്ചില്ല. പാലിക്കാതിരുന്ന ആരാണ്? ഇസ്രായേലാണോ? UN കരാർ പാലിക്കാതിരുന്നത് പലസ്തീൻ പക്ഷമാണ്. പാലിച്ചില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയതിന്റെ പേരിൽ ഇസ്രായേലിനെ കയറി ആക്രമിച്ചു അറബ് രാജ്യങ്ങൾ. അന്ന് തുടങ്ങിയതാണ്. ഇപ്പോഴത്തെ പ്രശ്നം ഏകപക്ഷീയമായി, നിവൃത്തിയില്ല, ഇനി കാത്തിരിക്കാൻ ഞങ്ങളില്ല, വി വിൽ ഫിനിഷ് ദ ജോബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ 78 കൊല്ലമായി ഞങ്ങൾ ഈ അശാന്തി, ഞങ്ങൾ ആഗോള ധാരണ അനുസരിച്ച് ഉണ്ടായ ഒരു രാജ്യമാണ്, ഞങ്ങൾക്ക് എന്നും ഈ ഭീകരവാദവും അസമാധാനവും സഹിക്കാൻ വയ്യ, ഞങ്ങൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായൊരു രാഷ്ട്രമായി മാറിയിരിക്കുന്നു അവർ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, വിട്ടുവീഴ്ചയില്ലാതെ ആക്രമണം നടത്തുകയാണ്. അപ്പോൾ അവരെ ആക്രമിച്ചിട്ട് അവർക്കകത്ത്, ഇപ്പോൾ ഇസ്രായേലിനകത്ത് നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയിട്ട് തിരിച്ചു ഓടിപ്പോയവർ ആശുപത്രിയിലും നഗരങ്ങളിലും മാർക്കറ്റിലും ഒക്കെ ചെന്ന് അഭയം തേടുമ്പോൾ ആ നാട് തന്നെ തകർക്കുകയാണ്, നഗരം തന്നെ തകർക്കുകയാണ്. ശരിയല്ല. തീർച്ചയായിട്ടും ഈ കൊല്ലപ്പെടുന്ന മനുഷ്യർ ഒരിക്കലും നല്ലൊരു കാഴ്ചയല്ല. അവരുടെ ദീനവിലാപങ്ങൾ നമുക്ക് കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദങ്ങളൊന്നും അല്ല അത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിന് എങ്ങനെ കുറ്റപ്പെടുത്താനാവും അവരെ? ധാർമ്മികമായിട്ട് ഇസ്രായേലിനെ കുറ്റപ്പെടുത്താൻ, അല്ലെങ്കിൽ പലസ്തീൻ പ്രശ്നം ഇത്ര വഷളാക്കിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് അറബ് രാജ്യങ്ങൾക്ക് മാറാൻ പറ്റുമോ? അതുകൊണ്ട് മാന്യമായ പരിഹാരത്തിന് മാത്രമല്ല, ഓസ്ലോ കരാർ ഉൾപ്പെടെ എത്ര അവസരങ്ങൾ വന്നു മാന്യമായ പരിഹാരം തേടാൻ. ഇപ്പം എന്താ സംഭവിച്ചത്? ഇസ്രായേൽ സ്വമേധയാ വളർന്നു. നേരത്തെ അമേരിക്കയുടെ ഒക്കെ പിന്തുണയോടുകൂടിയാണ് അവർ ശക്തിപ്പെട്ടതെങ്കിൽ ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചു. അമേരിക്ക ദുർബലമായപ്പോഴും ഇസ്രായേൽ അവരെക്കാൾ ശക്തമായി. അതുകൊണ്ട് ആര് പറഞ്ഞാലും കേൾക്കാത്ത വിധം അവർ മുന്നോട്ട് പോയി. മാത്രമല്ല, അറബ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഇസ്രായേലിനെ നേരിടാനുള്ള മനസ്സോ ശക്തിയോ ഇല്ലാതായി. രണ്ടും ഇല്ലാതായി എന്നല്ല, രണ്ടിലൊന്നില്ലാതായിട്ടുണ്ട്. കാരണം ഇസ്രായേലിൻ്റെ ശക്തിയെ മിക്ക അറബ് രാജ്യങ്ങൾക്കും ആവശ്യമുണ്ട്. 52 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ചേർന്ന് തീരുമാനിച്ചാൽ ഇതൊരു സമുദായ പ്രശ്നമാണെങ്കിൽ പരിഹരിക്കാമായിരുന്നില്ല എന്നും. അതൊന്നും ചെയ്യാതെയാണ് ഇപ്പോൾ പലസ്തീൻ ഇഷ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ പലസ്തീന് വേണ്ടി കണ്ണീരൊഴുക്കുക, പലസ്തീന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇത് വല്ലാതെ വൈകിപ്പോയൊരു പ്രോസസ്സാണ്. അതിൻ്റെ ഫലം എന്താവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ പലസ്തീൻ ഈ ലോക ഭൂപടത്തിൽ ഒരു പലസ്തീൻ ഇല്ലാതാക്കാനുള്ള ലക്ഷ്യവുമായിട്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ആർക്കെങ്കിലും അവരെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് വിചാരിക്കാൻ വയ്യ. ഈ സമയത്താണ് വളരെ വൈകിയുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗത്തും. ഇപ്പോൾ ഇന്ത്യയിൽ ഇത് വരുമ്പോഴുള്ള പ്രശ്നമുണ്ട്. മുസ്ലിം സംഘടനകളാണ് പ്രതിഷേധം നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നത്. തീർച്ചയായിട്ടും ഒരു ആഗോള പ്രശ്നത്തിൽ അവരുടെ പ്രതിഷേധം സൂചിപ്പിക്കുന്നതിന് തെറ്റില്ല. മാത്രമല്ല, മുസ്ലിം സംഘടന എന്ന നിലയിൽ, ആഗോള മുസ്ലിങ്ങളുടെ ഒരു ഇഷ്യൂ എന്ന നിലയിൽ അവർക്ക് അതിൽ നിലപാടെടുക്കുന്നതൊക്കെ നല്ലതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വാക്കുകൊണ്ടെങ്കിലും. അത് പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, സത്യത്തിൽ ഇവർക്കൊക്കെ തന്നെ കേരളത്തിലെ മുസ്ലിം സംഘടനകളും അറബ് രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധമാണ്. ഈ സംഘടനകളുടെ ഡെലിഗേഷൻ പോകേണ്ടിയിരുന്നത് അറബ് രാജ്യങ്ങളിലേക്കാണ്. എല്ലാ അറബ് രാജ്യങ്ങൾക്കും ഇതിൽ പങ്കുവഹിക്കാൻ പറ്റും. സമ്പന്ന അറബ് രാജ്യങ്ങൾ നിലപാടെടുത്താൽ പലപ്പോഴും ഇസ്രായേലിനെ നേരിടാൻ പറ്റും. പക്ഷെ അതൊന്നും ചെയ്യാതെ, ഒരു ഡെലിഗേഷൻ പോലും നടത്താതെയാണ് ഇവിടെ മറൈൻ ഡ്രൈവിൽ വന്ന് കൂട്ടപ്രാർത്ഥന നടത്തുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ധാർമ്മികതയും ഉദ്ദേശശുദ്ധതയൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാം. പക്ഷെ എന്തായാലും അവരുടെ ഒരു രാഷ്ട്രീയ പരിപാടിയല്ലേ, നടന്നോട്ടെ. പക്ഷെ ആ പരിപാടി ഇന്നലെ പാളിപ്പോയി. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ചയാണ് ഞാൻ വരുമ്പോൾ എൻ്റെ വടക്ക് നിന്നുള്ള വണ്ടി മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും അണികളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ.
അപ്പോൾ അവർ മറൈൻ ഡ്രൈവിലേക്ക് പോവുകയാണ്, പലസ്തീനാണ് ഇഷ്യൂ എന്നൊക്കെ ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞോട് ഞാൻ പറഞ്ഞു, സോണിയാഗാന്ധി ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, അതും കൂടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്നൊക്കെ ഞാൻ പല കൂട്ടുകാരോടും പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്താ സംഭവിച്ചത് അവിടെ എല്ലാവരും വന്നു, സ്വാമിമാർ വന്നു, പോൾ തേലക്കാട്ടുമുള്ള അച്ഛന്മാർ വന്നു, അദ്വൈതാശ്രമത്തിലെ സ്വാമി വന്നു, എല്ലാവരും ചേർന്ന് ഒരു സർവ്വമത പ്രാർത്ഥന പോലെ അവിടെ പാണക്കാട് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഒരുപാട് മതപണ്ഡിതന്മാർ വന്നു, സന്ദീപ് വാര്യർ വന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒക്കെ വന്നു. ഞാൻ പറയുന്നത് ആ കൂട്ടത്തിൽ ഒടുവിലത്തെ ഒരു പ്രസംഗം പാളിപ്പോയി. ആ ഒരൊറ്റ പ്രസംഗം മതി അത് കൈവിട്ടു പോകാൻ. അത് ഈ സമസ്തക്ക് സമാന്തരമായി സൗത്ത് കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ ഒരു സംഘടനയുണ്ട്, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയും. അതിൻ്റെ നേതാവാണ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി. അദ്ദേഹം കയറി പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ആകെ ചിത്രം മാറിപ്പോയി, കൈവിട്ടുപോയി. എന്താ കാര്യം എന്ന് പറയാം, അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് ഹിറ്റ്ലറെ ഓർമ്മയില്ലേ? ഹിറ്റ്ലറുടെ കഥ പറയാണ്. രണ്ടാം ലോക യുദ്ധകാലത്ത് ഹിറ്റ്ലർ കാണിച്ച ധീരകൃത്യം, എന്താ ധീരകൃത്യം എന്നറിയോ? 1939 തൊട്ട് 45 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ കാണിച്ച ധീരകൃത്യം എന്താ? ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു. എന്റെ തന്നെ ഒന്നും രണ്ടും പേരെയല്ല, 60 ലക്ഷം മനുഷ്യരെയാണ് കൊന്നത്. എന്തായിരുന്നു കുറ്റം? അവിടെ ഒരു രാജ്യദ്രോഹം കാണിച്ചിട്ടല്ല, അവരൊക്കെ ഈ ജൂതന്മാരായ അമ്മമാരുടെ മക്കളായി പിറന്നു എന്നുള്ളതാണ് കുറ്റം. ജന്മത്തിന്റെ പേരിൽ ഇത്ര വലിയ കൂട്ടക്കൊല ഭൂമിയിൽ നടന്നിട്ടുണ്ടോ? ആ കൂട്ടക്കൊല നടത്തിയത് ആരാണ്? ഹിറ്റ്ലറാണ്. ആരെയാണ് കൊന്നത്? ജൂതനായി എന്ന ഒറ്റ കുറ്റത്തിനാണ് ഗ്യാസ് ചേംബറിലിട്ട് അടച്ചിട്ടും. ഹോളോകാസ്റ്റ് അറിയാലോ, ഹോളോകാസ്റ്റ്, അങ്ങനെയാണ് കൊന്നത്. ഈ 60 ലക്ഷം പേരെ കൊല്ലപ്പെട്ടത് ജൂതന്മാരായതുകൊണ്ട് ഹിറ്റ്ലർ മഹാനായി. എന്നിട്ട് പറയുന്ന എന്താണ്? എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കഥയുണ്ട്. കഥ ശരിയുമാണ്, അതിൽ ചെറിയ അംശങ്ങളൊക്കെ ചരിത്രത്തിലുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഹിറ്റ്ലർ കുറച്ച് ജൂതന്മാരെ ബാക്കി വെച്ചു, എല്ലാവരെയും കൊന്നില്ല, ഒരു 1000-ഓളം. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്താ അവരെ കൂടി കൊല്ലാത്തതെന്ന് ആരോ ചോദിച്ചു അത്രേ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അവരെ കൊല്ലാൻ പാടില്ല. ഈ ജൂതൻ എന്തുമാത്രം ദുഷ്ടനാണ്, ക്രൂരനാണ് എന്ന് ലോകത്തിന് പാഠമാകാൻ, പഠിക്കാൻ അവരിൽ കുറച്ചു പേരെ ബാക്കിയാക്കി വെക്കണം. അവർ ലോകത്തെ പഠിപ്പിച്ചോളൂ, എന്നേക്കുമായി ലോകത്തെ പഠിപ്പിച്ചോളും ജൂതന്മാർ എത്ര ക്രൂരന്മാരാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് കുറച്ച് പേരെ. ഇപ്പോൾ 60 ലക്ഷം പേരെ കൊന്ന ഹിറ്റ്ലർക്ക് പിന്നെ ഈ 1000-500 ബാക്കിയല്ലല്ലോ, പക്ഷേ അത് ബാക്കി വെച്ചു. ഹിറ്റ്ലർ ചെയ്തത് എത്ര ശരിയാണ്. എന്താ കാരണം എന്ന് പറയാം, ഇപ്പം മനസ്സിലായില്ലേ, ലോകം മുഴുവൻ മനസ്സിലായില്ലേ ഇവരെത്ര ദുഷ്ടന്മാരാണ്, എത്ര ക്രൂരന്മാരാണ്, എന്തുമാത്രം അക്രമികളാണ്. അതുകൊണ്ടാണ് ഈ ഫലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം കൊന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മറുപടി പറയാണ്. ഇദ്ദേഹം പറയാതെ പോയ മൂടി വെച്ചൊരു ചരിത്രമുണ്ട്. എന്താണെന്നറിയോ? ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിൽ ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ്, അതാണ് ഹിറ്റ്ലറുടെ പാർട്ടി. അതേസമയത്തോ അവിടുത്തെ പ്രബലമായ ന്യൂനപക്ഷം ആരാണ്? ജൂതന്മാരാണ്. എന്നാൽ അവിടെ ഒരു വേറൊരു ന്യൂനപക്ഷം കൂടി ഉണ്ടായിരുന്നു, അത് മുസ്ലിങ്ങളാണ്. അവരെവിടെ നിന്നു? ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഭരണകൂടം, നരേന്ദ്രമോദി ആകട്ടെ, ഇന്ദിരാഗാന്ധി ആവട്ടെ, നമ്മുടെ നാട്ടിലെ ഒരു ഭരണകൂടം ഈ രാജ്യത്തെ ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പിടിച്ചു കൊല്ലുന്നുണ്ടോ? അങ്ങനെ കൊല്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? മനസാക്ഷിയുള്ളവരൊക്കെ ഈ കൊല്ലപ്പെടുന്നവന്റെ കൂടെ, അക്രമിയുടെ ഈ മർദ്ദിതന്റെ കൂടെ അല്ലേ നിൽക്കുക? എന്നാൽ ജർമ്മനിയിലെ മുസ്ലിങ്ങൾ എവിടെ നിന്നു? ജർമ്മനിയിലെ മുസ്ലിങ്ങൾ ആരുടെ കൂടെ? ഹിറ്റ്ലറുടെ കൂടെ നിന്നു. എന്താ കാര്യം എന്നറിയോ? ഉള്ളിന്റെ ഉള്ളിൽ ഈ സെമിറ്റിക് മതങ്ങളുടെ ഉള്ളിൽ അടിസ്ഥാനരഹിതമായൊരു വിരോധമുണ്ട്. ഒരു അടിസ്ഥാനമില്ല കേട്ടോ. പ്രവാചകനോ അള്ളാഹു ഒന്നും അത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ജൂതന്മാരെ ശത്രുക്കളായി കാണണമെന്ന്. ജൂതന്മാരുമായി ചിലപ്പോഴൊക്കെ യുദ്ധമുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പൊരുതണം എന്നല്ലാതെ, ആ സമയത്ത് യുദ്ധം നടക്കുമ്പോൾ പൊരുതണമല്ലോ, അതല്ലാതെ ലോകാവസാനം വരെ ജൂതന്മാരെ ശത്രുവായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനികളെ ശത്രുവായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടില്ല. അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഈ ജൂതന്മാരെ കണ്ടാൽ വെറുക്കുക എന്ന ഒരു ഈ സെമിറ്റിക് മതങ്ങളൊക്കെ തമ്മിലുണ്ട് ആ വിരോധം. അത് ക്രിസ്ത്യാനിറ്റിക്കകത്തുണ്ട് കേട്ടോ. എന്താ കാരണം? യേശുവിനെ കൊന്നത് ജൂതന്മാരാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്, ശപിക്കപ്പെട്ടവരാണ് അവർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിശ്വാസമുണ്ട്. 3 സെമിറ്റിക് മതങ്ങൾ തമ്മിലുള്ള ശത്രുത ഉണ്ടല്ലോ, ആ ശത്രുതയുടെ ഫലമായിട്ടാണ് ജൂതന്മാരോടുള്ള വിരോധമുള്ളതുകൊണ്ട് ഹിറ്റ്ലർ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു. ഹിറ്റ്ലർ എന്ത് പറഞ്ഞു എന്നറിയോ? ജർമ്മനിയിലെ മുസ്ലിങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ നേതാക്കന്മാരെ കണ്ട് യോഗം വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ജൂതന്മാർക്കെതിരല്ലേ? അപ്പോൾ പലരും പറഞ്ഞു, ഈ അന്ധവിശ്വാസമാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത്. ശരിയാണ്, ജൂതന്മാർക്കെതിരാണ്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ്. 3 രാജ്യങ്ങളാണ് ഒരു ഭാഗത്തുള്ളത്. ആരൊക്കെ? ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും. മറുഭാഗത്ത് ആരൊക്കെയുള്ളത്? എല്ലാ വമ്പന്മാരും അപ്പുറത്തുണ്ട്. അപ്പുറത്ത് ആരുണ്ട്? അമേരിക്കയുണ്ട്. നിങ്ങൾ അമേരിക്കക്കെതിരല്ലേ? അമേരിക്കക്കെതിരാണ്. നിങ്ങൾ ബ്രിട്ടനെതിരല്ലേ? ബ്രിട്ടനെതിരാണ്. നിങ്ങൾ സോവിയറ്റ് യൂണിയനെതിരല്ലേ? കാരണം എന്താ? അവർ മതവിരുദ്ധരാണല്ലോ, കമ്മ്യൂണിസ്റ്റുകാരാണ്, അവർക്കൊക്കെ എതിരല്ലേ. അതുകൊണ്ട് നിങ്ങൾ ആരുടെ കൂടെ നിൽക്കണം? എൻ്റെ കൂടെ നിൽക്കണം. എന്നിട്ട് ഹിറ്റ്ലറുടെ കൂടെ നിന്ന് ഹിറ്റ്ലർ കാണിച്ച ഈ ഹീനകൃത്യത്തിൻ്റെ കാലത്ത്, ഹോളോകാസ്റ്റിൻ്റെ കാലത്ത്, കൊടിയ മനുഷ്യപീഡനത്തിൻ്റെ കാലത്ത്
ജൂതന്മാർക്കെതിരായി കൂട്ടക്കൊല ചെയ്യുമ്പോൾ ഈ അക്രമത്തിന് കൂട്ടുനിന്ന് ജൂതന്റെ കൂടെ ഈ ഹിറ്റ്ലറുടെ കൂടെ നിന്ന് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തവരാണ് ഞങ്ങൾ എന്ന് പറയാതെ പറയുകയാണ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി ഇന്നലെ മുസ്ലിം ലീഗിന്റെ വേദിയിൽ. അപ്പോൾ ഒരു ചോദ്യം കേട്ടു നിൽക്കുന്ന അന്നം തിന്നുന്ന ഏത് മനുഷ്യനും ചോദിക്കും, അങ്ങനെ അകാരണമായി ഒരു കാരണവുമില്ലാതെ ജൂതവംശത്തിൽ പിറന്നു എന്ന ഒറ്റ കുറ്റത്തിന് 60 ലക്ഷം ജൂതന്മാരെ കൊന്ന ഹിറ്റ്ലർക്ക് കൂട്ടുനിന്നവരാണ് നിങ്ങളെങ്കിൽ ഫലസ്തീനിലെ അതേ മനസ്സ് വെച്ച് ജൂതവംശത്തിന്റെ രാജ്യമായ ഇസ്രായേൽ അറബ് വംശത്തെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ നിങ്ങൾ നിലവിളിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ് തെറ്റ് എന്ന് ചോദിച്ചൂടെ ആളുകൾക്ക്? തീർച്ചയായിട്ടും. എന്തായി? ഉള്ളിലിരിപ്പ് പുറത്ത് പറയാതെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ചില കള്ളി ഉണ്ടല്ലോ. തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി ഇന്നലെ അത് പുറത്തിട്ട് പൊളിഞ്ഞുപോയി. അപ്പൊ ആളുകളെ പറ്റിക്കാനും ആളുകളെ സമർത്ഥമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെയായി മനസ്സിൽ വെച്ചൊരു വംശീയ അജണ്ട ഉണ്ടല്ലോ, വർഗീയവും വംശീയവുമായ ഒരു വൃത്തികെട്ട അജണ്ട ആ മനസ്സ് വെളിച്ചത്തായി. അതാണ് ഇന്നലെ സംഭവിച്ചത്. അതുകൊണ്ട് ഇമാതിരി വംശീയ വിരോധവുമായിട്ട് നടക്കുന്ന മനുഷ്യരെ മുസ്ലിം ലീഗിന്റെ എന്നല്ല ഏത് പാർട്ടിയുടെയും വേദിയിൽ കൊണ്ടുവരാൻ പാടുണ്ടോ? ഇവരെയൊക്കെ ആലോചിച്ച് നോക്കൂ. ഇവർക്കൊക്കെ വായ തുറക്കാൻ ഏതെങ്കിലും അവസരം കൊടുക്കാൻ പാടുണ്ടോ? മൈക്കിന് മുമ്പിൽ നിർത്തിയിട്ട് ആയിരക്കണക്കിന് മനുഷ്യരോട് സംസാരിക്കാൻ ഇദ്ദേഹത്തിന് അവസരം കൊടുത്തില്ലേ? മുസ്ലിം ലീഗ് ചെയ്ത ഏറ്റവും വലിയ പാതകമായി ചരിത്രത്തിൽ അതുണ്ടാകും. അതുകൊണ്ട് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവിയെ പോലുള്ള മനുഷ്യരുടെ ഈ മനസ്സാണ് വംശീയത വളർത്തുന്നത്. ഹിറ്റ്ലർ ഏതോ കാലത്ത് ആലോചിച്ച് നോക്കൂ, ഹിറ്റ്ലർ 45-ൽ 2ാം ലോക മഹായുദ്ധം തീരുന്നതിന് മുമ്പ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു പോയി. എന്നാൽ അദ്ദേഹത്തിന് ശേഷവും ലോകത്ത് ജൂതന്മാർ ക്രൂരന്മാരാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ജൂതന്മാരെ ബാക്കിയാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജൂതന്മാരുള്ള കാലത്തോളം ജൂതന്മാരെ കൊന്നൊടുക്കാൻ മനുഷ്യ മനസ്സിൽ വിദ്വേഷത്തിന്റെയും വംശീയതയുടെയും വികാരമായി ജീവിക്കുന്ന മനുഷ്യർ ജൂതന്മാർ മാത്രമല്ല എന്ന് മനസ്സിലായില്ലേ? അതാരായാലും അത് ലോകത്തിലെ മനുഷ്യത്വത്തിന് നിരക്കുന്നതാണോ, ജനാധിപത്യത്തിന് നിരക്കുന്നതാണോ? പിന്നെ ഇവർക്കൊക്കെ ഫലസ്തീൻ്റെ പേരുച്ചരിക്കാൻ, ഇസ്രായേലിൻ്റെ പേരുച്ചരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ആ ചോദ്യമാണ് ഇന്നലെ മറൈൻ ഡ്രൈവിൽ യഥാർത്ഥത്തിൽ പൊങ്ങിയത്. ബാക്കി നടത്തിയ കൂട്ടപ്രാർത്ഥനയൊക്കെ അറബിക്കടലിൽ ഒലിച്ചുപോയി. അതാണ് ഇന്നലെ സംഭവിച്ചത്.